ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ എക്കണോമിയ മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലൂയിസ് തിയറി ഓഫ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതൊരു ഡെവലപ്മെന്റ് എക്കണോമിക്സ് ബേസ്ഡ് തിയറി ആണ്. അപ്പൊ നമുക്ക് ഇത് എന്താണെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് ലേബർ സർപ്ലസ് ഇക്കോണമിയുടെ കേസ് എടുത്താൽ ലേബർ സർപ്ലസ് ഇക്കോണമി എന്ന് പറഞ്ഞാൽ ലേബറിനെ നമുക്ക് അബണ്ടന്റ് ക്വാണ്ടിറ്റിയിൽ കാണാൻ പറ്റും. ലേബർ ഇസ് അവൈലബിൾ ഇൻ അബണ്ടന്റ് ക്വാണ്ടിറ്റി, അതായത് ഒരുപാട് ലേബറിനെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ പോപ്പുലേഷൻ നമ്പർ 1 ആണ് അല്ലെ. അപ്പൊ ഇന്ത്യയിൽ ഒരുപാട് ലേബർ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് എംപ്ലോയ്മെന്റിലേക്ക് പോകാൻ താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതൊരു ലേബർ സർപ്ലസ് കൺട്രി ആണ്. ഇപ്പൊ മിഷനറി യൂസ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ കൂടുതൽ ലേബറിനെ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ പോസിബിൾ ആവാനുള്ള ചാൻസ്. കാരണം ഇത് നമുക്ക് അബണ്ടന്റ് ആയിട്ട് അവൈലബിൾ ആണ്, ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ പ്ലെന്റി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ലേബർ സർപ്ലസ് ഇക്കോണമിക്ക് എങ്ങനെയാണ് ഡെവലപ്മെന്റ് പോസിബിൾ ആകുന്നത് എന്നാണ് ആർതർ ലൂയിസ് എന്നുള്ള ഈ ഒരു പ്രോമിനന്റ് ഫിഗർ ഇൻ ഇക്കണോമിക് സയൻസസ് പറഞ്ഞത്. അപ്പൊ ഇദ്ദേഹം ഒരു നൊബേൽ ലോറേറ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ഈ വർക്കാണ് ശരിക്കും പറഞ്ഞാൽ ലേബർ സർപ്ലസ് ഇക്കോണമി എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആദ്യത്തെ പ്രോമിനന്റ് വർക്ക്. ലേറ്റർ ഓൺ വാട്ട് ഹാപ്പൻ വാസ് ദാറ്റ് ഈ ഒരു ഐഡിയ, ഈ ഒരു മോഡലിനെ രണ്ട് ഇക്കോണമിസ്റ്റ് ആയിട്ടുള്ള ഫീയും, ജോൺ ഫീ ആസ് വെൽ ആസ് ജി റാനസ്, ഈ രണ്ട് ഇക്കോണമിസ്റ്റ് എടുത്തിട്ട് അവർ ഈ മോഡലിനെ എലോബറേറ്റ് ചെയ്തു, അല്ലെങ്കിൽ അവർ ഈ മോഡലിനെ എക്സ്പാൻഡ് ചെയ്തു. അവർ ഇത് ചെയ്തത് 1961 അപ്പൊ നമുക്ക് ആർതർ ലൂയിസിന്റെ മോഡലാണ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിലേക്ക് കിടക്കാം. അപ്പൊ ആർതർ ലൂയിസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇൻ 1954 ലൂയിസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഇക്കണോമിക്സിനെ തന്നെ, ഇക്കണോമിക്സ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഇക്കണോമിക്സിനെ തന്നെ മാറ്റിമറിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് പബ്ലിക്കേഷൻ അവിടെ നടത്തുകയുണ്ടായി. അല്ലെങ്കിൽ ഹി വാസ് പബ്ലിഷിംഗ് എ വെരി വെരി ഫാർ റീച്ചിങ് ഇമ്പാക്ട് ഉള്ള ഒരു പേപ്പർ അവിടെ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതായത് അതിന്റെ ടൈറ്റിൽ ആണ് ഇക്കണോമിക് ഡെവലപ്മെന്റ് വിത്ത് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ. അപ്പൊ ഈ പേപ്പറിൽ ഒരു ഡ്യുവൽ ക്യാരക്ടർ ഉള്ള ഒരു ഇക്കോണമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡ്യുവൽ ക്യാരക്ടർ ഉള്ള ഇക്കോണമി എന്ന് പറയുമ്പോൾ ഈ ഇക്കോണമിക്ക് രണ്ട് സൈഡ് ഉണ്ടായിരിക്കും, രണ്ട് സൈഡ്. അപ്പൊ ഒരു സൈഡ് ഇസ് ഹൈലി ട്രഡീഷണൽ, ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സൈഡും, രണ്ടാമത്തേത് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ആസ്പെക്ട്. സോ രണ്ട് ആസ്പെക്ട് ഉള്ള ഒരു ഇക്കോണമി. ട്രഡീഷണൽ സൈഡ് കാണിക്കുന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര റൂറൽ ഫേസ് ഉള്ള അഗ്രികൾച്ചറൽ സെക്ടറിനെയാണ് നമ്മളിവിടെ നോക്കുന്നത്. മോഡേൺ പറയുമ്പോൾ നമുക്ക് അർബനൈസ്ഡ് ആയിട്ടുള്ള ആസ്പെക്ട്, അതായത് നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ ആണ് കാണുന്നത്. സോ ഇങ്ങനെയുള്ള ഒരു ഡ്യുവലിസ്റ്റിക് ക്യാരക്ടർ ഉള്ള ഒരു ഇക്കോണമിയെ നമ്മൾ എടുക്കുമ്പോൾ, നമ്മുടെ ഇൻഡസ്ട്രിയൽ വേജ് എടുക്കുകയാണെങ്കിൽ, ഇൻഡസ്ട്രിയിലും അഗ്രികൾച്ചറിലും വേജ് ഉണ്ട്. ഇൻഡസ്ട്രിയുടെ വേജ് എടുക്കുകയാണെങ്കിൽ ഇതൊരു കോൺസ്റ്റന്റ് വേജ് ആയിരിക്കും, ഒരു കോൺസ്റ്റന്റ് വേജ് ആയിരിക്കും. ആൻഡ് ഇൻഡസ്ട്രിയുടെ വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സും ഉണ്ട്. ഇനി നമ്മൾ ട്രഡീഷണൽ അഗ്രികൾച്ചറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു വലിയൊരു ഇഷ്യൂ ഉള്ളതാണ്. ആ ഇഷ്യൂയുടെ പേരാണ് ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ്. എന്താണ് ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ്? നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ആൾക്കാർ ഒരു പെർട്ടിക്കുലർ എംപ്ലോയ്മെന്റിൽ നിൽക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇവിടെ നിന്ന് കുറച്ചു പേരെ മാറ്റിയാലും നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ടിനെ അത് ബാധിക്കില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ ട്രഡീഷണൽ സെക്ടർ ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറിൽ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കേസ് എടുക്കണമെങ്കിൽ കോൺസ്റ്റന്റ് വേജ് റേറ്റ് പ്രിവൈൽ ചെയ്യുന്ന ഒരു ഏരിയ. ഇപ്പൊ ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ നമുക്ക് ശരിക്കും പറഞ്ഞ പോസിബിലിറ്റി ഉണ്ട്. എന്താണ് ഈ അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. സോ അതായത് ഒരു നേഷന്റെ അല്ലെങ്കിൽ ഒരു ഇക്കോണമിയുടെ, ഒരു ഡ്യുവലിസ്റ്റിക് ക്യാരക്ടർ ഉള്ള ഒരു ഇക്കോണമിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ തുടക്കത്തില് ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായിരിക്കും, ഡിസ്ഗൈസ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്ക് ഈ അഗ്രികൾച്ചർ സെക്ടറിലുള്ള എക്സ്ട്രാ ലേബറിനെ ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് മാറ്റിയാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നാണ് നോക്കേണ്ടത്. ഇപ്പൊ അഗ്രികൾച്ചർ സെക്ടറിലുള്ള
എക്സ്ട്രാ ലേബറിൽ കുറച്ച് പേരെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് മാറ്റുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആൾക്കാർ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും ഇൻഡസ്ട്രിയൽ സെക്ടറിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. ലൈക്ക് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയാലും അല്ലെങ്കിൽ അവരുടെ മെന്റൽ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. ഈ കോസ്റ്റിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് ഇൻഡസ്ട്രിയൽ വേജ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈ ആയിരിക്കും. സോ കമ്പയർ ടു അഗ്രികൾച്ചറൽ വേജ്, ഇൻഡസ്ട്രിയൽ വേജ് എന്ന് പറയുമ്പോൾ ഹൈ ആയിരിക്കും. അവിടെ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ഹൈ ആണ്. അപ്പോ കുറച്ച് പേരെ നമ്മൾ ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് മാറ്റി. അപ്പൊ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ലേബർ കൂടുന്നു, അവർക്ക് കൂടുതൽ വേജ് കിട്ടുന്നു. അവിടെ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇൻഡസ്ട്രിയൽ സെക്ടറിലെ പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യുന്നു വിത്തൗട്ട് ഹാർമിങ് അഗ്രികൾച്ചർ സെക്ടർ. കാരണം അഗ്രികൾച്ചർ സെക്ടറിന് അത്രയും ലേബറിന്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവരെ അവിടെ നിന്ന് എടുത്തത്, അല്ലെ? അപ്പൊ തുടക്കത്തിലൊക്കെ ഇങ്ങനെയാ സംഭവിക്കും. കാരണം തുടക്കത്തിലൊക്കെ നമുക്ക് അഗ്രികൾച്ചർ സെക്ടർ തന്നെ ഒരു സോഴ്സ് ഓഫ് അൺലിമിറ്റഡ് സപ്ലൈ ഓഫ് ലേബർ ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എടുക്കാം. പക്ഷെ അത് എന്നും അങ്ങനെ പോകില്ല. സോ വാട്ട് വുഡ് ഹാപ്പൻ ഹിയർ ഇസ് ദാറ്റ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലെ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അങ്ങ് മാറാൻ തുടങ്ങും. പിന്നെ നമ്മൾ അവിടെ നിന്ന് ലേബർ, അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും ലേബർ എടുത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ എക്സ്പാൻഷന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിനെ അത് ദോഷകരമായിട്ട് ബാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആർത്തർ ലൂയിസ് തിയറിയിൽ പറയുന്നത്. സോ ഹി വാസ് ആക്ച്വലി യൂസിങ് സർട്ടൻ ഗ്രാഫ്സ്, ഡയഗ്രാംസ് ആസ് വെൽ ആസ് ഫിഗേഴ്സ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. തുടക്കത്തിലെ ഒരു ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള കൺട്രിയുടെ കേസാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു കൺട്രിയിൽ നമുക്ക് സർപ്ലസ് ലേബർ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ഈ സർപ്ലസ് ലേബറിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുകയാണ്. കാരണം ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് അഗ്രികൾച്ചർ സെക്ടറിലുള്ള. അപ്പൊ നമ്മൾ ഇവരുടെ ഫുൾ കപ്പാസിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഓക്കെ, സോ ഈ തിയറിയുടെ അസംഷൻസ് ഇങ്ങനെയാണ്. നമ്മളൊരു LDCനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രിയുടെ കേസാണ് നമ്മൾ എടുക്കുന്നത്, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രി. സോ ഈ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രിയിൽ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടർ ഉണ്ടാവും, ആൻഡ് മോസ്റ്റ് മോഡേണൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ലിറ്റിൽ മോർ മോഡേൺ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ടാവും. ഇനി ട്രഡീഷണൽ ആയിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടർ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആണ്, കാരണം ആൾക്കാർക്ക് അവിടെയാണ് ജോലി ചെയ്ത് പരിചയമുള്ളത്. പക്ഷെ ഇൻഡസ്ട്രിയൽ സെക്ടർ അധികം എക്സ്പാൻഡഡ് അല്ല. അതുകൊണ്ട് തന്നെ ഒരു സ്മോൾ സെക്ഷൻ ഓഫ് വർക്കേഴ്സ് മാത്രമേ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ഇനി ഡിസ്കസ് അൺഎംപ്ലോയ്മെന്റ് ഞാൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഇവിടെ 0 ആണ്. ഇഫ് യു റിമൂവ് കുറച്ച് അഗ്രികൾച്ചർ സെക്ടറിൽ കുറച്ച് വർക്കേഴ്സിനെ നിങ്ങൾ റിമൂവ് ചെയ്യുകയാണെങ്കിൽ കൂടിയും ആ റിമൂവൽ ഒരിക്കലും അഗ്രികൾച്ചറിന്റെ പ്രൊഡക്ഷനെയോ പ്രൊഡക്ടിവിറ്റിയെയോ ബാധിക്കുന്നില്ല. ബിക്കോസ് ടോട്ടൽ പ്രോഡക്റ്റ് വുഡ് ബിക്കം അൺചേഞ്ച്. അത് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിലനിൽക്കും. മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് 0 ആയിട്ട് വരും. സോ ഡെവലപ്മെന്റ് പ്രോസസ്സ് വരുന്നത് തന്നെ ഈ ലേബർ കാരണമാണ്. അഗ്രികൾച്ചർ സെക്ടറിൽ ഡിസ്കൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഫേസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കുറേശ്ശെ ഇൻഡസ്ട്രിയൽ സെക്ടറിലോട്ട് സപ്ലൈ ചെയ്യുന്നു. ഫ്രം അഗ്രികൾച്ചർ സെക്ടർ ലേബർ ഇസ് സപ്ലൈഡ് ടു ഇൻഡസ്ട്രിയൽ സെക്ടർ. ഈ ഒരു പ്രോസസ്സിൽ കൂടെയാണ് നമുക്ക് ഡെവലപ്മെന്റ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ആർത്തർ ലൂയിസ് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ നോക്കാം. തിയറിയുടെ എക്സ്പ്ലനേഷനിലേക്ക് വരുമ്പോൾ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷന്റെ ഒരു ആവശ്യം നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഡിമാൻഡ് ഇൻ ഇൻഡസ്ട്രി എങ്ങനെയാണ് ആൾക്കാരുടെ ചേഞ്ചിൽ, ആൾക്കാരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിലൊക്കെ ചേഞ്ച് ഉണ്ടാവുന്നു. അപ്പൊ ഈ ചേഞ്ച് കാരണം ആൾക്കാർക്ക് ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിനോടുള്ള താല്പര്യങ്ങൾ വരുന്നു. ഫോർ എക്സാമ്പിൾ, ആൾക്കാർ വിചാരിക്കുന്നു ഓക്കെ ഇത് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം ആണ്, സോ ഞാൻ ഇനിയും ഇത് വാങ്ങിക്കും എന്നുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാർ മാർക്കറ്റിൽ ചെന്ന് ഈ സാധനം ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ഡിമാൻഡ് ചെയ്യുകയാണ്. പക്ഷെ അവിടെ ആവശ്യത്തിന് പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻഡസ്ട്രീസിന് അവിടെ കൂടുതൽ
സപ്ലൈ ഒരുക്കേണ്ടതായിട്ട് വരും ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഗവൺമെന്റ് കൂടുതൽ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് കൂടുതൽ ഡിമാൻഡ് വരുന്നുണ്ടെങ്കിൽ ഒക്കെ സെയിം ഇമ്പാക്ട് തന്നെയാണ് വരുന്നത്. കൂടുതൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പൊ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ വിചാരിക്കേണ്ട ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ ലേബർ ഇസ് ഹോമോജീനസ് ആൻഡ് അൺസ്കിൽ. ഇതൊരു ഒരുപാട് കോൺട്രഡിക്ഷൻസ് പിന്നീട് കൊണ്ടുവന്ന ഒരു അസംഷൻ ആണ്. അൺസ്കിൽഡ് ആൻഡ് ഹോമോജീനസ് ലേബർ എന്ന് പറയുമ്പോൾ ഇവർക്ക് ഒരു സ്കില്ലും ഇല്ല. എല്ലാ ലേബറിന്റെയും പ്രൊഡക്ടിവിറ്റി ഒരുപോലെയാണ്, എല്ലാവരും ഒരുപോലെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈക്വലി എഫിഷ്യന്റ് ആണ്. പക്ഷെ ഒരാളും മറ്റ് ഉള്ളവരെക്കാൾ കൂടുതൽ എഫിഷ്യന്റ് അല്ല എന്നുള്ള ഒരു അസംഷനിൽ നിന്നാണ് ആക്ച്വലി ഈ തിയറി വരുന്നത്. സോ ഇങ്ങനെയുള്ള ലേബറിനെയാണ് നമ്മൾ അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സപ്ലൈ ഓഫ് ലേബർ ഫ്രം അഗ്രികൾച്ചർ ടു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അൺലിമിറ്റഡ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഒരു കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് കർവ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇനി അഗ്രികൾച്ചർ വേജും അതായത് WAയും ഇൻഡസ്ട്രിയൽ വേജ് ദാറ്റ് ഇസ് WI ഇതിനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഇൻഡസ്ട്രിയൽ വേജ് ആയിരിക്കും ഇവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത് ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ വേജ് എന്ന് പറയുമ്പോൾ 30 to 50% ഹയർ ദാൻ ദ അഗ്രികൾച്ചർ വേജ് ആയിരിക്കും. ഓക്കെ, നൗ സോ ഈ എക്സിസ്റ്റിംഗ് വേജ് അല്ലെ, എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് തുടക്കത്തിലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ വേജ് ആണ് അഗ്രികൾച്ചറൽ വേജിനേക്കാൾ കൂടുതൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉള്ള ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു അവസ്ഥയാണ്. ഒന്ന്, അഗ്രികൾച്ചർ ലെവലിൽ ഡിസ്കാർഡ് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നമുക്ക് അഗ്രികൾച്ചർ ലെവലിൽ അത്ര വലിയ വേജ് അല്ല, പക്ഷെ ഇൻഡസ്ട്രിയൽ വേജ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ വേജിനേക്കാൾ കൂടുതലായിരിക്കും. അടുത്തത് ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് എക്സ്പാൻഡ് ചെയ്യേണ്ട സമയമായി എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോ ഇൻഡസ്ട്രിയൽ ലെവലിൽ ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ നടത്തേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നു. എന്നാലേ നമുക്ക് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് കൂട്ടാൻ പറ്റൂ, അല്ലെ? അപ്പൊ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് അതുവഴി ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ ക്യാപിറ്റൽ ഫോർമേഷൻ മാത്രം വന്നാൽ പോലെ ലേബറിനെയും നമ്മൾ അഗ്രികൾച്ചർ ലെവലിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുപോകണം. അതും ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കേണ്ടതായിട്ട് ആവശ്യം വരും. അങ്ങനെ പതിയെ ഇൻഡസ്ട്രിയിലേക്ക് ലേബറിന്റെ ഒഴുക്ക് കൂടുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ആൾക്കാർക്ക് ഇൻഡസ്ട്രിയൽ വേജ് കിട്ടുന്നു. ഇനി ഇവിടെ നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു പ്രോസസ് കുറെ നാൾ നീണ്ടു നിൽക്കും. ഇത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എക്സ്ട്രാ ലേബർ ഫ്രം അഗ്രികൾച്ചർ സെക്ടറിനെ എടുത്തുകൊണ്ടിരിക്കാം. പക്ഷെ ഇൻ ദ ആബ്സെൻസ് ഓഫ് റൂറൽ urban ഡിഫറൻസസ് ഇൻ കോസ്റ്റ് ഓഫ് ലിവിംഗ്, മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ ഇൻ 2 സെക്ടേഴ്സ് ഈക്വൽ ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ റീപ്രൊഡ്യൂസബിൾ ക്യാപിറ്റലിന്റെ പവറും കൂടി എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യം പറയാനായിട്ട്. സോ റാപ്പിഡ് ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ കാരണം ഉണ്ടാകുന്ന ഈ ഡിസ്കസ് അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലത്തിനെ പരിഹരിക്കാനും, ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ അഗ്രികൾച്ചറിന് ലേബർ എടുത്തുകൊണ്ട് എങ്ങനെ ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ പോസിബിൾ ആകുമെന്നും, അതേപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് സെക്ടറിന്റെ വളർച്ചയും ഒക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ ലൂയിസിന്റെ തിയറി എക്സ്പ്ലനേഷനിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ മാർക്കറ്റ് വേജ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടറിലും ഇൻഡസ്ട്രിയൽ സെക്ടറിലും ഡിഫറെന്റ് ആയതുകൊണ്ട് ആണ് നമുക്ക് ഈ ലേബേഴ്സിനെ വിഡ്രോ ചെയ്യാനായിട്ട് പെട്ടെന്ന് പറ്റുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ലേബേഴ്സ് അഗ്രികൾച്ചർ സെക്ടർ വിട്ട് വരാനായിട്ട് താല്പര്യപ്പെടില്ല. ബിക്കോസ് അവർ സ്കിൽഡ് അല്ല, അവർക്ക് വേറൊരു ജോലി അവർക്ക് അറിയത്തില്ല. അപ്പൊ അവരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന കോസ്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വേജ് നമ്മൾ ഈ മാറ്റുന്ന സ്ഥലത്തിൽ കൊടുക്കാൻ പറ്റണം. അപ്പൊ അങ്ങനെയുള്ള ഒരു വേജ് തന്നെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ കൊടുക്കുന്നത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചു കാലം വരെ ഈ അഗ്രികൾച്ചറിൽ നിന്നും ഇൻഡസ്ട്രിയിലേക്ക് ലേബറിനെ എടുക്കാൻ പറ്റും. എന്നിട്ട് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ
marginal productivity of labor MPL is equal to wage rate. So ഇതാണ് marginal productivity theory പറയുന്ന ഒരു ആസ്പെക്ട്. മാർജിനൽ പ്രൊഡക്ടിവിറ്റിയും വേജും കൂടെ നമ്മൾ ഈക്വൽ ആക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ഈക്വൽ ആവുന്ന സമയത്ത് ഇക്വാലിറ്റി അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഉണ്ടാവും. എപ്പോഴാണോ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ കൂടുന്നത് അതെപ്പോഴും ഈ ബിസിനസ് മാന് നല്ലതാണ്. കാരണം അയാൾക്ക് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരും, കൂടുതൽ ലേബേഴ്സിനെ എടുക്കാനായിട്ടുള്ള ടെൻഡൻസി വരും. പക്ഷെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിനേക്കാൾ വേജ് കൂടുമ്പോൾ ആ ഒരു പ്രശ്നം, അവിടെ ഒരു പ്രശ്നമാണ് ഉണ്ടാവുന്നത്. കാരണം ഈ ബിസിനസ് മാൻ അവിടെ ഒരു സഫറിങ് രീതിയിലേക്ക് പോകും. കാരണം അയാൾക്ക് പ്രോഫിറ്റ് അത്രയ്ക്ക് കിട്ടുന്നില്ല. അപ്പോൾ അയാള് എക്സിസ്റ്റ് ചെയ്യുന്ന ലേബറിൽ നിന്നും കുറച്ചു പേരെ പറഞ്ഞു വിടും. സോ അതുകൊണ്ട് തന്നെ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ നെക്കാൾ വേജ് കൂടിയാൽ, വേജ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബറിനേക്കാൾ കൂടിയാൽ എന്ത് സംഭവിക്കും? ഒരു സർപ്ലസ് സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിസിനസ് മാന് ഒരു സർപ്ലസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രോഫിറ്റ് അവിടെ കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ അത് നമ്മുടെ ഡെവലപ്മെന്റിന് പ്രശ്നമായിട്ട് വരും. ഓക്കെ, സോ ലൂയിസ് ഇതാണ് പറയുന്നത്, സർപ്ലസ് എന്ന് പറയുന്ന ഐഡിയ ആണ് നമ്മുടെ കീ വേർഡ്. അതിപ്പോ അഗ്രികൾച്ചറിലെ അൺലിമിറ്റഡ് സപ്ലൈ തിയറി ഓഫ് ലേബറിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, അവരെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സർപ്ലസ്, അതാണ് പിന്നീട് ഇക്കോണമിയെ നമുക്ക് ഡെവലപ്മെന്റിലേക്ക് നയിക്കാനായിട്ട് പ്രചോദനം തരുന്നത്. അപ്പൊ ഇത് ഞാൻ ഒരു ഡയഗ്രാം വഴി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമുക്കിവിടെ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ലേബറിനെ എക്സ് ആക്സിസിലും വേജ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റിനെ വൈ ആക്സിസിലും എടുക്കാം. അപ്പോ OS എന്ന് പറയുന്ന ഒരു ആസ്പെക്ട്, ഇതാണ് നമ്മുടെ ആവറേജ് പ്രൊഡക്റ്റ്. സബ്സിസ്റ്റൻസ് സെക്ടറിലെ ആവറേജ് പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഇനി OW ഇത്രയും, ഇതാണ് ഇൻഡസ്ട്രിയൽ ലെവലിലെ വേജ്, അതായത് ക്യാപിറ്റലിസ്റ്റിന്റെ വേജ്. സോ സബ്സിസ്റ്റൻസ് സെക്ടറിൽ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ ലേബറിനെ നമ്മൾ എപ്പോഴും എംപ്ലോയ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈസ് ഈക്വൽ ടു 0 ആകുന്ന പോയിന്റ് വരെ മാത്രമേ നമുക്ക് അഗ്രികൾച്ചർ ലെവലിൽ നിന്ന് ലേബറിനെ എടുത്ത് ഇൻഡസ്ട്രിയൽ സെക്ടറിന് കൊടുക്കാൻ പറ്റൂ. ഓക്കെ, ഇൻ ദ സബ്സിസ്റ്റൻസ് സെക്ടർ ലേബർ ഇസ് എംപ്ലോയ്ഡ് ടിൽ MPL is equal to 0. സോ MPL ആകുന്നത് വരെ, MPL is equal to 0 ആകുന്നത് വരെ നമുക്ക് ലേബറിനെ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ഇൻഡസ്ട്രിയിലേക്ക് എടുത്തുകൊണ്ട് പോവാം. ആ പോയിന്റ് വരെ നമുക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ ലേബറിനെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്യാം. സോ നമ്മൾ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ, ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഡിമാൻഡ് ഫോർ ലേബർ എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഷെഡ്യൂൾ ഫോർ ലേബർ ആണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് NQ. നമുക്കിവിടെ NQ1 ഉണ്ട്, N2Q2 ഉണ്ട്, N3Q3 ഉണ്ട്. സോ ഇതൊക്കെ കാണിക്കുന്നത്, ഈ ലൈൻസ് എല്ലാം കാണിക്കുന്നത് നമ്മുടെ ഡിമാൻഡ് ഫോർ ലേബർ ലൈൻസ് ആണ്. ഇതൊക്കെ ഡിമാൻഡ് ഫോർ ലേബർ ലൈൻസ് അറ്റ് വേരിയസ് സ്റ്റേജസ് ആണ് കാണിക്കുന്നത്. ഇനി ഒരു കുറച്ച് പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻസ് നമ്മൾ വെക്കുമ്പോൾ, അണ്ടർ പ്രോഫിറ്റ് മാക്സിമൈസിങ് കണ്ടീഷൻ, അതായത് നമുക്കറിയാം കോസ്റ്റും റവന്യൂവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ നോക്കും. കോസ്റ്റിനേക്കാൾ റവന്യൂ കൂടുമ്പോൾ അവിടെ പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. ഇനി ആ ഗ്യാപ്പ് ഏറ്റവും മാക്സിമത്തിൽ എത്തുമ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ആകുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സോ ലേബറിനെ അപ്ലൈ ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ W വരെയാണ്. ടിൽ ദിസ് പോയിന്റ് നമ്മൾ ലേബറിനെ അപ്ലൈ ചെയ്യും. ഓക്കെ, സോ അതായത് അവിടെ ദിസ് ഈസ് ഈക്വൽ ടു ദ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, അതായത് Q1. ഇതാണ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി കാണിക്കുന്നത്. ഈ ഒരു ലെവലിൽ നമ്മൾ എടുക്കുന്ന ലേബേഴ്സിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ OA ലെവൽ ഓഫ് ലേബർ ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഡെവലപ്മെന്റ് സർപ്ലസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തായിരിക്കും ഡെവലപ്മെന്റ് സർപ്ലസ് വരുന്നത്? ഡെവലപ്മെന്റ് സർപ്ലസ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ലെവലില് WNQ1 അല്ലെങ്കിൽ WN1Q1, ഇത് ഇത്രയുമാണ് നമുക്ക് ആദ്യത്തെ സർപ്ലസ്. അപ്പൊ ഈ സർപ്ലസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ സർപ്ലസിനെ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഈസ് റീഇൻവെസ്റ്റ്. സോ അടുത്ത ലെവൽ ഓഫ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ സർപ്ലസ് മാറ്റിവെക്കും.
അങ്ങനെ വരുമ്പോൾ അടുത്ത ലെവലില് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ കർവ് എന്ന് പറയുന്നത് N1 Q1 അല്ല, മറിച്ച് ഇത് ഷിഫ്റ്റ് ചെയ്യുന്നു, റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് N2 Q2 ആയിട്ട് മാറുന്നു ഫോർ ദ നെക്സ്റ്റ് പീരീഡ്. അപ്പൊ അവിടെയും നമുക്ക് സർപ്ലസ് ഉണ്ടാവും, അവിടെയും ഇതേപോലെ നമുക്ക് സർപ്ലസ് ഉണ്ടാവും. മോർ ലേബറിനെ വീണ്ടും എംപ്ലോയ് ചെയ്യാൻ പറ്റും, വീണ്ടും സർപ്ലസ് ഇൻക്രീസ് ചെയ്യും. അത് കാരണം പുതിയ മാർജിനൽ പ്രൊഡക്റ്റ് കർവ് N3 Q3 ആയിട്ട് മാറും. ഓക്കെ, സോ സബ്സിസ്റ്റൻസ് സെക്ടറിൽ നിന്നും അല്ലെങ്കിൽ ട്രഡീഷണൽ സെക്ടറിൽ നിന്നും അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും മോർ ലേബറിനെ നമുക്ക് ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ മോഡേൺ സെക്ടറിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷേ ഈ സാധ്യമാകുന്നത് എന്നും അവിടെ നടക്കത്തില്ല, എന്നും ഇത് ഇങ്ങനെ തന്നെ പോകത്തില്ല. എപ്പോഴാണോ സപ്ലൈ കർവ് ഓഫ് ലേബർ ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന ഒരു രീതി മാറ്റിയിട്ട് മുകളിലോട്ട് പോകാനായിട്ട് തുടങ്ങുന്നത്, അതായത് ഈ കംപ്ലീറ്റ്ലി ഇലാസ്റ്റിക് എന്നുള്ള ഒരു ടെൻഡൻസി മാറി അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ, അതായത് അത് അപ്വേർഡ്സിലോട്ട് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്, ആ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ, ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ ഈ ലേബറിനെ ഒരു സ്ഥലത്ത് നിന്ന് എടുത്ത് മറ്റേ സ്ഥലത്ത് കൊടുക്കുന്ന രീതി, അതായത് അഗ്രികൾച്ചറിനെടുത്ത് ഇൻഡസ്ട്രിക്ക് കൊടുക്കുന്ന രീതി നിർത്തിക്കോളണം, ഇല്ലെങ്കിൽ അത് ഡെവലപ്മെന്റിനെ ഹാർംഫുൾ ആയിട്ട് ബാധിക്കും, അഗ്രികൾച്ചർ സെക്ടറിലെ പ്രൊഡക്ഷനെ നെഗറ്റീവ് ആയിട്ട് ബാധിക്കും. ഇതൊക്കെയാണ് ആർതർ ലൂയിസ് പറയുന്നത്. സോ കമ്മിങ് ടു ദ ക്രിറ്റിസിസംസ് ഓഫ് ദ തിയറി, ക്രിറ്റിസിസംസിലേക്ക് വരുമ്പോൾ ഇറ്റ് നെഗ്ലെക്റ്റ്സ് ദ സെൻട്രൽ കൺസേൺ ഓഫ് ഹൗ പ്രൈസ് ഓഫ് ഫുഡ് ഈസ് ടു ബി ഹെൽഡ് ഡൗൺ. ഈ ഒരു പ്രൈസ് ഓഫ് ഫുഡിനെ എങ്ങനെ കുറയ്ക്കാം എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. പ്രൈസ് ഓഫ് ഫുഡിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നൊന്നും ലൂയിസ് ഇവിടെ പറയുന്നില്ല. സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ഡ്രോബാക്ക് ആയിട്ട് ഇവിടെ കാണുന്നു. ലൂയിസ് മോഡലിനെ നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ കം ഗ്രോത്ത് ബേസ്ഡ് സ്ട്രാറ്റജി വഴിയാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു തേർഡ് വേൾഡ് ഇക്കോണമിക്ക് എങ്ങനെ നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷൻ ഹൈലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹൈലി എക്സ്പാൻഡഡ് വേർഷനിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ പോസിബിൾ ആകും എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ട്രഡീഷണൽ സെക്ടറിനല്ലേ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നമ്മൾ വീണ്ടും ചോദിക്കേണ്ടതായിട്ട് വരുന്നു. അടുത്തത്, assumes that surplus labor exists in rural areas while there is full employment in urban areas. ഇങ്ങനെയുള്ള ഒരു അസംഷനിൽ വെച്ചിട്ട് സർപ്ലസ് ലേബർ റൂറൽ ഏരിയസിൽ മാത്രമേ ഉള്ളൂ, പക്ഷെ ഫുൾ എംപ്ലോയ്മെന്റ് ഇൻ അർബൻ ഏരിയ ആണ് എന്നുള്ള ഒരു അസംഷൻ വെച്ചിട്ട് ഒരിക്കലും ഈ തിയറി ശരിക്കും പറഞ്ഞാൽ വൃത്തിയായിട്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇൻ റിയാലിറ്റി ഇങ്ങനെ അല്ല സംഭവിക്കുന്നത്. ലേബർ സേവിങ് ബയാസും നമ്മൾ ഇവിടെ കാണിക്കുന്നു. അത് മോഡേൺ ടെക്നോളജി എപ്പോഴും മിഷനറീനെ യൂസ് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ലേബറിനെ നമ്മൾ അധികം ഉപയോഗിക്കുന്നില്ല. മോഡേണൈസ് സോഫിസ്റ്റിക്കേറ്റഡ് മിഷനറീസ് ഒക്കെ വരുമ്പോൾ അവര് കാരണം ലേബേഴ്സിനെ ലേ ഓഫ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥ വരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ തിയറി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. സോ ദാറ്റ് വാസ് ടുഡേസ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ. യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ നമ്മൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീക്ക്ലി ടെസ്റ്റ് പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് അതുപോലെ തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. സോ ദാറ്റ് വാസ് ഫോർ ടുഡേ. താങ്ക് യു.